ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മൈക്ക് എടുത്തില്ല, അതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയൊരു കുറവ് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ പൂതലൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നൈറ്റ് മാർക്കറ്റുണ്ട്, നൈറ്റ് ചന്ത. വൈകിട്ട് 6 മണിയാകുമ്പോൾ തുടങ്ങുന്ന ചന്തയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാണാനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ചന്തയുടെ തൊട്ടപ്പുറത്ത്, ഇതിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ് പവിയുടെ വീട്, എൻ്റെ വൈഫിൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഈ ചന്തയുടെ കാഴ്ചകൾ കാണാം, തമിഴ്നാട്ടിലെ ഈവനിങ് മാർക്കറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയാണ്, ഒരു ലൈക്ക് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ ചന്തയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലക്കറി, പിന്നെ എന്താ പറയുക, പഴവർഗ്ഗങ്ങൾ, പിന്നെ വെറൈറ്റി നമ്മളെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് ഇനങ്ങൾ ചീരകളുണ്ട്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. ഓക്കെ, അതാ ഇവിടെ തൊട്ട് തുടങ്ങിയാണ് നമ്മളെ നാട്ടിൽ മറ്റേ ചോളം. ഇതാണ് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കാവുന്നവർ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിരുന്ന മേടിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കടയിൽ പുട്ട് കച്ചവടം, അരിപ്പുട്ട്, കമ്പുപുട്ട്. ഇപ്പുറത്ത് എന്തൊക്കെയോ സാധനങ്ങൾ, പലഹാര ഇനങ്ങളൊക്കെ വറുക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ കടയിലും ആളുടെ തിരക്കാണ്. അതവിടെ കരുവാട് ഇനം, എല്ലാ ഐറ്റം കരുവാടുകളും ഇവിടെ ഉണ്ട്. 1/2 കിലോ കത്തിരിക്ക 30 രൂപ. എല്ലാ ഇനം കരുവാടുകളുണ്ട്. നമ്മളെ കൊഞ്ചിൻ്റെ പൊടി 1/2 കിലോ കത്തിരിക്ക. 1/2 കിലോ കത്തിരിക്ക എவ்வளோ சொன்னாங்க? 30 രൂപ. 30 രൂപ. നമ്മളെ മുള്ളങ്കി എന്നാണ്, അത് ഒരേനം ചീരയാണ് കേട്ടോ ആ കാണുന്നത്. ഈ കാണുന്ന ഒരേനം ചീരയാണ്. കൊച്ചു പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്ന് അച്ഛനമ്മയെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കരുവാട്. ഇപ്പുറത്ത് തക്കാളി വില എത്രയാണെന്ന് ചോദിച്ചു നോക്കാം. എന്നാൽ തക്കാളി എവ്വളോ? 2 കിലോ 50 രൂപ. നമ്മളെ നാട്ടിൽ കിലോ 60 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. അതാണ്ട ചക്കച്ചോള ഉണ്ട്, എടുത്ത് വെച്ചാണ് കേട്ടോ. പഴവർഗ്ഗങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ ഒരാൾ ചക്ക ഇരുന്ന് റെഡിയാക്കണം. വലിയ മാർക്കറ്റാണ്. അതായത് ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു സറൗണ്ട് മൊത്തവും വലിയൊരു മാർക്കറ്റാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഈ മാർക്കറ്റ് കാണത്തുള്ളൂ. സവാള, വെങ്കായം എவ்வளோ കിലോ? 1.5 കിലോ 50 രൂപ. നമ്മൾ നെടുമങ്ങാട് സൈഡിലൊക്കെ മറ്റുള്ള തട്ടത്തിൽ വെച്ച് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ, അതാണ് ഈ കാണുന്നത്. നമ്മളവിടെ കിട്ടാത്ത ഒരുപാട് മലക്കറി ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മളവിടെ അങ്ങനെ അധികം കാണാറില്ല. ഇതാ ഈ കാണുന്ന സാധനം പടവലങ്ങ. ഇവിടെ അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അധികമുള്ള മലക്കറി ഐറ്റംസാണ്. എല്ലാം വളരെ വില കുറവ്. ഇവിടെ വന്നതിൽ വില കൂടുതലായിട്ട് തോന്നി എനിക്ക് ഈ തേങ്ങ മാത്രമേ ഉള്ളൂ. തേങ്ങ 3 എണ്ണം 100 രൂപ, 5 എണ്ണം 100 രൂപ, തീരെ ചെറുത്, അങ്ങനെയുള്ള വിലയാണ്. തേങ്ങ മാത്രമേ അത്യാവശ്യം വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി ഉള്ള മലക്കറി ഐറ്റംസ് എല്ലാം വളരെ വളരെ വില കുറവ്. നമ്മളെ നാട്ടിൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന മലക്കറി ഐറ്റംസൊക്കെ ഇവിടെ വളരെ വില കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആരുടെങ്കിലും ഒരാളത്തൊക്കെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ പറഞ്ഞാൽ ആരെയും കിട്ടാൻ പാടില്ല. ഞാൻ നോക്കട്ടെ, ആരെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസൊക്കെ ചോദിക്കാം. വാഴക്കൂമ്പൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വാഴക്കൂമ്പ്, വാഴയുടെ തണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഞാനത് പതിത ഒരു 8 ചീര വാങ്ങിച്ചു. ഇതിനെയാണ് പുളിച്ചക്കീര എന്ന് പറയുന്ന ഒരു ചീരയാണ് പവി വാങ്ങിച്ചേക്കണത്. പുളിച്ചക്കീര ரெண்டு மலம் போட்டாப்பா எவ்வளோங்கா? மொளம் 50 ரூபான்னு போட்டு தரேன் கண்ணு அவளுக்கு. தாங்க தாங்க 2 போடுறேன். தாங்க தாங்க.
പലവ്യഞ്ജന സാധനമൊക്കെ മറ്റേ പോക്കറ്റ് കെട്ടി 20 രൂപ അങ്ങനെയുള്ള. ആ ഇവിടെ വേണ്ട ഡ്രസ് ഐറ്റംസ്, തുണി സാധനങ്ങൾ എന്ന് വേണ്ട വീട്ടാവശ്യത്തിനുള്ള സകലമായ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ആ അതെടുത്ത് ആ കാണുന്ന സ്ഥലം എണ്ണ പലഹാരം വിൽക്കുന്ന സ്ഥലമാണ് കേട്ടാ. എണ്ണ പലഹാരം വാങ്ങിക്കാൻ വേണ്ടിയുള്ള തിരക്ക് കണ്ട. ചൂട് മുട്ട പോണ്ട, നമ്മൾ മറ്റേ ചിപ്സ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, സമോസ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാണ്ട്. ഇതാണ് നമ്മളെ ചന്തേരെ മൊത്തം വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി.